നമസ്കാരം. STV ഈവനിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. സ്വർണ്ണക്കപ്പ് തൃശ്ശൂരിന്. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ സ്വർണ്ണക്കപ്പ് നേടിയ ടീം അംഗങ്ങൾക്ക് ജില്ലയിലെ വിവിധ കേന്ദ്രങ്ങളിൽ സ്വീകരണം. വിജയദിനം ആഘോഷിച്ച് തൃശ്ശൂർ ജില്ലയിലെ മുഴുവൻ വിദ്യാലയങ്ങൾ. അഴിമതി കാണിച്ച JHIയെ മുതല ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി പുറത്താക്കിയിട്ടും ഈ തീരുമാനം മറച്ചുവെച്ച ജനങ്ങളുടെ മുന്നിൽ പുകമറ സൃഷ്ടിക്കാനാണ് UDF ശ്രമിക്കുന്നതെന്ന് പഞ്ചായത്ത് അധികൃതർ. അഴിമതിക്കാരെ ഗ്രാമപഞ്ചായത്ത് വെച്ചുപൊറുപ്പിക്കില്ല. വിവിധ മേഖലകളിൽ നല്ല രീതിയിലുള്ള വികസന പ്രവർത്തനങ്ങളുമായി ഗ്രാമപഞ്ചായത്ത് മുന്നോട്ടു പോവുകയാണെന്നും ഗ്രാമപഞ്ചായത്ത് അധികൃതർ. പ്രൈവറ്റ് വിദ്യാഭ്യാസ മേഖലയെ പൂർണ്ണമായും സർക്കാർ തടയുകയാണെന്ന് പ്രൈവറ്റ് സ്കൂൾ അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി ജയപ്രകാശ്. കലാകായിക മത്സരങ്ങളിൽ പ്രൈവറ്റ് സ്കൂൾ വിദ്യാർത്ഥികൾ തഴയപ്പെടുന്നത് പുനഃപരിശോധിക്കണമെന്നും ജയപ്രകാശ്. പ്രൈവറ്റ് സ്കൂൾ വിദ്യാർത്ഥികളുടെ സംസ്ഥാനതല കായിക മത്സരം പറളി സ്കൂളിൽ ജനുവരി 11-ന്. വരൾച്ചയെ പ്രതിരോധിക്കാൻ തടയണ നിർമ്മാണവുമായി വളയിട്ട കൈകൾ. ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്തിലെ NREGS തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി വാടനാകുറിശി വലിയ തോട്ടിൽ തടയണ നിർമ്മാണങ്ങൾ പുരോഗമിക്കുന്നു. തടയണകൾ നിർമ്മിക്കുന്നത് വേനലിൽ ജനങ്ങൾക്കും കാർഷിക മേഖലയ്ക്കും കൂടുതൽ ഉപകാരപ്രദമാകുന്ന തരത്തിൽ. വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക്. സ്കൂൾ കലോത്സവത്തിൽ സ്വർണ്ണക്കപ്പ് നേടിയ തൃശൂർ ടീം അംഗങ്ങൾക്ക് ജില്ലയുടെ വിവിധ മേഖലകളിൽ സ്വീകരണം ലഭിച്ചു. റവന്യൂ മന്ത്രി K. രാജൻ, ചാലക്കുടി MLA TJ സനീഷ് കുമാർ എന്നിവർ സ്വീകരണ ചടങ്ങിന് നേതൃത്വം നൽകി. സ്വീകരിക്കുന്നു. അതിനായി ഇവിടെ എത്തിച്ചേർന്ന എല്ലാവർക്കും ഞാൻ സ്വാഗതം അരുളുന്നു. നമ്മുടെ ഏറ്റവും പ്രിയങ്കരനായ ആദരണീയനായ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഞാൻ മൈക്ക് കൈമാറുകയാണ്. അതുപോലെ സ്വർണ്ണക്കപ്പ് തൃശ്ശൂർ ജില്ലയ്ക്കും സമ്മാനിക്കുന്നു. ജില്ലയിലെ വിവിധ സ്ഥലങ്ങളിൽ സ്വീകരണം നൽകിയാണ് തൃശ്ശൂരിലെത്തിച്ചത്. കൊരട്ടിയിലെ സ്വീകരണത്തിനു ശേഷം പുതുക്കാട്, ഒല്ലൂർ എന്നിവിടങ്ങളിൽ സ്വീകരണം നൽകി. തുടർന്ന് 11:30 തൃശൂർ മോഡൽ ഗേൾസ് സ്കൂൾ അങ്കണത്തിൽ ടീമിനെ ഘോഷയാത്രയായി വരവേറ്റ് തൃശൂർ ടൗണിലേക്ക് ആനയിച്ചു. ടൗൺ ഹാളിൽ സ്വീകരണ സമ്മേളനം നടന്നു. സ്വീകരണ കേന്ദ്രങ്ങളിൽ മന്ത്രിമാർ ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികൾ, സാംസ്കാരിക പ്രവർത്തകർ, വിദ്യാർത്ഥികൾ, രക്ഷാകർത്താക്കൾ, അധ്യാപകർ എന്നിവർ പങ്കെടുത്തു. കലോത്സവ വിജയത്തോടനുബന്ധിച്ച് തൃശൂർ ജില്ലയിലെ മുഴുവൻ വിദ്യാലയങ്ങളിലും വ്യാഴാഴ്ച വിജയദിനമായി ആചരിക്കും. ന്യൂസ് ബ്യൂറോ, തൃശൂർ. അഴിമതി കാണിച്ച JHIയെ മുതല ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി പുറത്താക്കിയിട്ടും ഈ തീരുമാനം മറച്ചുവെച്ച് ജനങ്ങളുടെ മുൻപിൽ പുകമറ സൃഷ്ടിക്കാനാണ് ഇപ്പോൾ UDF ശ്രമിക്കുന്നതെന്ന് പഞ്ചായത്ത് അധികൃതർ പറഞ്ഞു. UDF ഉന്നയിച്ച ആരോപണങ്ങൾക്ക് മറുപടിയായി പഞ്ചായത്ത് അധികൃതർ പട്ടാമ്പിയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. വിവിധ മേഖലകളിൽ നല്ല രീതിയിലുള്ള വികസന പ്രവർത്തനങ്ങളുമായി പഞ്ചായത്ത് മുന്നോട്ടു പോവുകയാണെന്നും അധികൃതർ പറഞ്ഞു. എല്ലാവരുടെയും സഹായത്തോടെ പാലിയേറ്റീവ് സൊസൈറ്റി 2017 പുതിയ വാഹനം വാങ്ങി മെഡിക്കൽ ഓഫീസർ നേതൃത്വം നൽകുന്ന പാലിയേറ്റീവ് സമിതിക്ക് കൈമാറി. പഞ്ചായത്ത് സെക്രട്ടറി, മെഡിക്കൽ ഓഫീസർ എന്നിവരുടെ പേരിൽ ഓണർഷിപ്പ് എടുക്കുന്നതിന് സാങ്കേതിക ബുദ്ധിമുട്ട് പ്രകടിപ്പിച്ച ഘട്ടത്തിൽ പാലിയേറ്റീവ് സൊസൈറ്റിയുടെ കൺവീനറായിരുന്ന അന്നത്തെ പ്രസിഡന്റിന്റെ പേരിലാണ് വണ്ടി വാങ്ങുന്നതിനായി കമ്മിറ്റിയിൽ തീരുമാനമുണ്ടായത്. ആരോഗ്യമേഖലയിലെ പ്രൊജക്റ്റുകൾ നടപ്പിലാക്കുന്നത് മെഡിക്കൽ ഓഫീസറാണ്. അതിൻ്റെ ഭാഗമായുള്ള പാലിയേറ്റീവ് പരിചരണ പദ്ധതി നടപ്പിലാക്കുന്നതിൽ JHI ഉണ്ണീഷൻ വലിയ അഴിമതി നടത്തിയതായി ബോധ്യപ്പെട്ടിരുന്നു. ഇത് ഭരണസമിതിയുടെ ശ്രദ്ധയിൽപ്പെടുന്നത് പാലിയേറ്റീവ് സമിതിയുടെ ഡ്രൈവറുടെയും പാലിയേറ്റീവ് സമിതി കൺവീനറുടെയും പരാതിയെ തുടർന്നാണ്. ഇത് അറിഞ്ഞ ഉടനെ മെഡിക്കൽ ഓഫീസറെയും JHIയെയും വിളിച്ച് അന്വേഷിച്ച് JHI ഉണ്ണികൃഷ്ണൻ തൻ്റെ തെറ്റ് സമ്മതിച്ച് എഴുതി തരുകയും ചെയ്തിരുന്നു. പ്രഥമദൃഷ്ട്യാ ഗുരുതരമായ സാമ്പത്തിക ക്രമക്കേട് ബോധ്യപ്പെട്ടത് പ്രകാരം പിന്നീട് രേഖ ചമയ്ക്കുന്നതിനും ഓഫീസിൽ ഇടപെടുന്നതിനും അവസരം ഇല്ലാതിരിക്കാൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് JHI ഉണ്ണികൃഷ്ണനെ സസ്പെൻഡ് ചെയ്യുകയും ചെയ്തിരുന്നു. ഇത് ഭരണസമിതി അംഗീകരിച്ചു. പഞ്ചായത്ത് രാജ് ആക്ട് ചട്ടം 8 ഉപചട്ടം പ്രകാരമാണ് JHIയെ സസ്പെൻഡ് ചെയ്തത്. എന്നാൽ നിയമനാധികാരമുള്ള ഉദ്യോഗസ്ഥനെ മാത്രമേ സസ്പെൻഡ് ചെയ്യാൻ അധികാരമുള്ളൂ എന്ന DMOയുടെ നിർദ്ദേശപ്രകാരം സസ്പെൻഷൻ മെഡിക്കൽ ഓഫീസർ അംഗീകരിച്ചിരുന്നില്ല. മാത്രമല്ല, ഉദ്യോഗസ്ഥനെ ട്രാൻസ്ഫർ ചെയ്യാനാണ് DMO തയ്യാറായത്. അഴിമതി നടത്തിയ ഉദ്യോഗസ്ഥനെ മാതൃകാപരമായി ശിക്ഷിക്കുന്നതിന് ഏതറ്റം വരെയും പോകാനാണ് മുതല ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയുടെ തീരുമാനം. ഇത് മറച്ചുവെച്ച് ജനങ്ങളുടെ മുൻപിൽ പുകമറ സൃഷ്ടിക്കാനാണ് UDF ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതെന്നും അഴിമതിക്കാർക്കെതിരെ നിയമാനുസരണം നടപടി ഉണ്ടാകുന്നതിന് ഭരണസമിതി ജനങ്ങളുടെ മുൻപിൽ ഉണ്ടാകുമെന്ന് ഉറപ്പു തരുന്നതായും പഞ്ചായത്ത് അധികൃതർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. എല്ലാവരുടെ സഹകരണത്തോടെയാണ് നമ്മളൊരു പുതിയ വാഹനമാണ്. അപ്പോൾ ആ വാഹനം അന്ന് തന്നെ പാലിയേറ്റീവ് സമിതിക്ക് നമ്മൾ വിട്ടുകൊടുത്തതാണ്. ആ വാഹനം വാങ്ങുമ്പോൾ ഉണ്ടായ ഒരു ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞാൽ അന്നത്തെ മെഡിക്കൽ ഓഫീസറും പിന്നെ അന്നത്തെ സെക്രട്ടറിയും അവരുടെ പേരിൽ അത് രജിസ്റ്റർ ചെയ്യേണ്ടതിൻ്റെ ചില സാങ്കേതിക തടസ്സങ്ങൾ ഉന്നയിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് സമിതിയുടെ തീരുമാനപ്രകാരം അന്നത്തെ പ്രസിഡൻ്റായിരുന്ന പാലിയേറ്റീവ് സമിതിയുടെ കൺവീനർ കൂടിയായ അദ്ദേഹത്തിൻ്റെ പേരിൽ ആ വാഹനം വാങ്ങാനിടയായി. ആ വാഹനം വാങ്ങിയ അന്ന് മുതൽക്ക് തന്നെ നമ്മളത് പാലിയേറ്റീവ് സമിതിക്ക് വിട്ടുകൊടുത്തിട്ടുള്ളതാണ്. പിന്നീട് അത് ആ പാലിയേറ്റീവ് സമിതിയുടെ നേതൃത്വത്തിലാണ് അതിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നത്.
അതുപോലെ നമുക്കറിയാം ആരോഗ്യ മേഖലയിലെ എല്ലാ പ്രൊജക്റ്റുകളും നടപ്പിലാക്കുന്നത് ഇംപ്ലിമെൻ്റ് ചെയ്യുന്നത് മെഡിക്കൽ ഓഫീസർമാരാണ്. മെഡിക്കൽ ഓഫീസറാണ് പാലിയേറ്റീവ് സമിതി ആയാലും മറ്റ് ആരോഗ്യ മേഖലയിലെ എല്ലാ പ്രൊജക്റ്റുകൾക്കും നേതൃത്വം കൊടുത്തുകൊണ്ട് മെഡിക്കൽ ഓഫീസറാണ് അത് ഇംപ്ലിമെൻ്റ് ചെയ്യുന്നത്. അപ്പോൾ അതുപോലെ ചില ക്രമക്കേടുകൾ അവിടുത്തെ ജയിച്ച് നടത്തിയിട്ടുള്ളതായിട്ട് നമുക്ക് ബോധ്യപ്പെടുകയും അത് ബോധ്യപ്പെടുവാനുണ്ടായ ഒരു സാഹചര്യം എന്ന് വെച്ചാൽ അവിടുത്തെ ഡ്രൈവറായിരുന്ന മണികണ്ഠൻ്റെയും പാലിയേറ്റീവ് സമിതിയുടെ കൺവീനറുടെയും ഒരു പരാതി ഗ്രാമപഞ്ചായത്തിന് ലഭിക്കുകയുണ്ടായി. ആ ലഭിച്ചപ്പോൾ തന്നെ ഒട്ടും സമയം പാഴാക്കാതെ നമ്മൾ മെഡിക്കൽ ഓഫീസറോട് വിശദീകരണം തേടുകയും അദ്ദേഹം തന്ന റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ജയിച്ച് ക്രമക്കേട് നടത്തിയിട്ടുള്ളതായി ഭരണസമിതിക്ക് ബോധ്യപ്പെട്ടു. ആ ബോധ്യപ്പെട്ട അടിസ്ഥാനത്തിൽ അദ്ദേഹത്തെ വിളിച്ച് നമ്മൾ സംസാരിക്കുകയുണ്ടായി. അപ്പോൾ അദ്ദേഹം അത് തെറ്റ് നമ്മളോട് സമ്മതിച്ചതാണ്, തെറ്റ് പറ്റിപ്പോയി എന്ന് അദ്ദേഹം തന്നെ സമ്മതിച്ചതാണ്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒരു ഭരണസമിതിക്ക് ചെയ്യാൻ കഴിയാവുന്ന അധികാരം വെച്ച് നമ്മൾ പഞ്ചായത്ത് രാജ് ആക്ട് പ്രകാരം ആ ചട്ടം പ്രകാരമാണ് നമ്മൾ അദ്ദേഹത്തെ 14 ദിവസത്തേക്ക് സസ്പെൻഷൻ ചെയ്തത്. വിവിധ മേഖലകളിൽ നിരവധി വികസന പ്രവർത്തനങ്ങളുമായി ഗ്രാമപഞ്ചായത്ത് മുന്നോട്ട് പോവുകയാണെന്നും അധികൃതർ വ്യക്തമാക്കി. വാർത്താസമ്മേളനത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ആനന്ദവല്ലി, വൈസ് പ്രസിഡന്റ് സി മുകേഷ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഉഷ ടീച്ചർ, ബുഷ്ര സമദ്, സുബീഷ് എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ വട്ടാമ്പി. 6 ലക്ഷത്തോളം കുട്ടികളും 1 ലക്ഷത്തോളം അധ്യാപകരുമുള്ള പ്രൈവറ്റ് വിദ്യാഭ്യാസ മേഖലയെ സർക്കാർ തഴയുന്നതായി പ്രൈവറ്റ് സ്കൂൾ അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി ജയപ്രകാശ്. ജനുവരി 11-ന് പാർലി സ്കൂളിൽ നടക്കുന്ന കായികമേളയോടനുബന്ധിച്ച് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു ജയപ്രകാശ്. കലാകായിക മത്സരങ്ങളിൽ പ്രൈവറ്റ് സ്കൂൾ വിദ്യാർത്ഥികൾ തഴയപ്പെടുന്നത് പുനഃപരിശോധിക്കണമെന്നും ജയപ്രകാശ് ആവശ്യപ്പെട്ടു. വിദ്യാർത്ഥികൾ ഉണ്ടാവുന്നതാണ് ഞങ്ങളുടെ ഒരു കണക്കൂട്ടൽ. അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ട് എല്ലാ ജില്ലകളിലും ഇത്തരം പരിപാടികൾ സംഘടിപ്പിക്കുന്നത്. എല്ലാ പരിപാടികളും എല്ലാ ജില്ലകളിലും ഇല്ല എങ്കിലും ചില പരിപാടികൾ കോമൺ ആയിട്ട് ഇപ്പോൾ സ്പോർട്സും ആർട്സ് ഫെസ്റ്റ് ഇതൊക്കെ നടത്താറുണ്ട്. പക്ഷെ അതിനൊരു സംസ്ഥാന തലത്തിലൊരു ഏകീകൃത രൂപം ഇപ്പോഴും ആയിട്ടില്ല. അതിന് ഫണ്ടിന്റെയും അതിന്റെയൊക്കെ പ്രശ്നങ്ങൾ കൊണ്ടായിരിക്കാം മറ്റു ജില്ലക്കാർ അതിനൊരു മുൻകൈ എടുക്കാത്തതെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പൊ എന്താണെങ്കിലും ഇപ്പൊ പാലക്കാട് ജില്ലയിൽ സ്ഥിരമായിട്ട് ഇപ്പൊ ഇത് നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഈ കുട്ടികൾക്ക് സർക്കാർ മേഖലയിൽ നിന്ന് അല്ലെങ്കിൽ സർക്കാരിന്റെ ഭാഗത്തു നിന്ന്, ഇതും നമ്മുടെ കേരളത്തിലെ വിദ്യാർത്ഥികളാണ്. ഇവിടെ ഇപ്പൊ ജോലി ചെയ്യുന്നവരും കേരളത്തിൽ തന്നെ BEdും TTC ഒക്കെ കഴിഞ്ഞിട്ട് ജോലി ചെയ്യുന്ന അധ്യാപകരാണ്. അവരും ഇവിടുത്തെ ജീവനക്കാരാണ്. പക്ഷെ ഈ മേഖലയ്ക്ക് വേണ്ടിയിട്ട് സർക്കാർ ഏജൻസികളോ അല്ലെങ്കിൽ ആരും തന്നെ ഒന്നും തന്നെ ചെയ്യുന്നില്ല. അപ്പോൾ ഞങ്ങൾ അവർക്ക് വേണ്ട അവസരം ഉണ്ടാക്കി കൊടുക്കുക ചെയ്യുന്നു. ഇപ്പൊ ടീച്ചേഴ്സിന് ട്രെയിനിങ് കൊടുക്കുക, അത് ഞങ്ങളുടെ മേഖലയെ ഒന്ന് അപ്ഡേറ്റ് ചെയ്യാനുള്ള ഒരു മാർഗം എന്ന നിലയ്ക്ക് ഞങ്ങൾ ചെയ്യുന്നതാണ്. അതേപോലെ തന്നെ ഈ കുട്ടികൾക്ക് ഒരുപാട് കഴിവുള്ള കുട്ടികളുണ്ട്. ഞങ്ങൾ 3-4 വർഷമായി പാർലി ഹയർ സെക്കൻഡറി സ്കൂൾ തന്നെ വെച്ച് നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ മത്സരം. വിദ്യാഭ്യാസ മേഖലയിൽ മികവ് പുലർത്തുന്ന സ്വകാര്യ മേഖലയിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ കലാസാഹിത്യ കായിക അഭിരുചി വളർത്തുന്നതിനായിട്ടാണ് കലാകായിക മത്സരങ്ങൾ സംഘടിപ്പിക്കുന്നത്. വിദ്യാഭ്യാസ മേഖലയിൽ മാറ്റം ഉൾക്കൊണ്ട് അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കും നിരന്തരം പരിശീലനം നൽകുന്നുണ്ട്. AKPSAയുടെ കായിക മത്സരങ്ങൾ ജനുവരി 11-ന് പറളി സ്കൂളിൽ നടക്കും. ജില്ലയിലെ സ്വകാര്യ വിദ്യാലയങ്ങളിൽ നിന്നായി 800ഓളം വിദ്യാർത്ഥികൾ പങ്കെടുക്കും. കിഡ്സ്, ജൂനിയർ, സീനിയർ വിഭാഗങ്ങളിലായി ആൺ-പെൺ വിഭാഗങ്ങളിലായാണ് മത്സരം. മികച്ച വിദ്യാലയത്തിനും വിദ്യാർത്ഥികൾക്കും സമ്മാനം നൽകുമെന്നും ജയപ്രകാശ് പറഞ്ഞു. പ്രസിഡന്റ് AV കൃഷ്ണൻകുട്ടി, രക്ഷാധികാരി M ബാലൻ, A അബ്ദുൽ ഖാദർ എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. വരൾച്ചയെ പ്രതിരോധിക്കാൻ തടയണ നിർമ്മാണവുമായി വളയിട്ട കൈകൾ. ഓങ്ങല്ലൂർ പഞ്ചായത്തിലെ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി വാടനാംകുഴി വലിയ തോട്ടിൽ ജനങ്ങൾക്കും കാർഷിക മേഖലയ്ക്കുമായി ഉപകാരപ്രദമാകുന്ന തരത്തിലാണ് തടയണകൾ നിർമ്മിക്കുന്നത്. എല്ലാ പ്രദേശങ്ങളിലും ജലലഭ്യത ഉറപ്പുവരുത്താൻ തോട്ടിൽ ഇടവിട്ടാണ് തടയണകൾ നിർമ്മിക്കുന്നത്. വരും വേനലിൽ ജലലഭ്യത ഉറപ്പുവരുത്താൻ ലക്ഷ്യമിട്ടാണ് പാലക്കാട് ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്തിലെ വിവിധയിടങ്ങളിൽ തടയണ നിർമ്മാണം നടത്തുന്നത്. ആദ്യഘട്ടത്തിൽ വാടനാംകുഴി വലിയ തോട്ടിലാണ് തടയണ നിർമ്മാണം പുരോഗമിക്കുന്നത്. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി തൊഴിലുറപ്പ് തൊഴിലാളികളുടെ ശ്രമദാനത്തിലാണ് തടയണ നിർമ്മാണം. വരും വേനലിൽ ജനങ്ങൾക്കും കൃഷിക്കും ജലസമൃദ്ധി ഉറപ്പാക്കുകയാണ് ലക്ഷ്യമെന്ന് NREGS ഓവർസിയർ അൻസാർ പറഞ്ഞു. അതോടൊപ്പം തന്നെ ഈ തോടിന്റെ ചുറ്റുഭാഗം കാണുന്നത് പോലെ മനോഹരമായ കൃഷികളാണ്. ആ കൃഷിക്ക് വേണ്ട വെള്ളം കൃഷിക്കാർക്ക് ലഭിക്കുക, അതുപോലെ തൊട്ടടുത്തുള്ള പച്ചക്കറി കൃഷിക്ക് വെള്ളം ലഭിക്കുക, ഇതുപോലെ അത്തരത്തിലുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്തിലെ തൊഴിലുറപ്പ് തൊഴിലാളികളുടെ നേതൃത്വത്തിൽ ഇത്തരത്തിലുള്ള മൺതടയണകൾ ഈ തോട്ടിൽ നിർമ്മിക്കുന്നത്. ഈ തടയണക്കടുത്ത് നമ്മൾ കാണാൻ വേണ്ടി കഴിയും. ആളുകൾ കുളിക്കാനും തിരുമ്പാനും വരെ ഈ വെള്ളത്തെ ഉപയോഗിക്കുന്നുണ്ട്. അത്രയും മനോഹരമായ രീതിയിലാണ് തൊഴിലുറപ്പ് തൊഴിലാളികളുടെ നേതൃത്വത്തിൽ ഈ തടയണ ഇവിടെ കെട്ടി നിർത്തിയിട്ടുള്ളത്. വടികളും മറ്റും ഉപയോഗിച്ച് ഭിത്തി ഒരുക്കി മണ്ണ് നിറച്ച് പൂർണ്ണമായും ജൈവ രീതിയിലാണ് തടയണയുടെ നിർമ്മാണം.
എല്ലാ പ്രദേശങ്ങളിലേക്കും ജലലഭ്യത ഉറപ്പുവരുത്താൻ തോട്ടിൽ ഇടവിട്ടാണ് തടയണ നിർമ്മിക്കുന്നത്. തടയണയിൽ ജലസമൃദ്ധിയായാൽ പ്രദേശത്തെ ഏക്കർ കണക്കിന് നെൽകൃഷിക്കും ജനങ്ങൾക്കും വലിയ സഹായകമാകും. ന്യൂസ് ബ്യൂറോ പട്ടാമ്പി. ആചാരങ്ങൾ കാലാനുസൃതമായി പരിഷ്കരിക്കണമെന്ന് നവോത്ഥാന കൂട്ടായ്മ. പാലക്കാട് അഞ്ചുവിളക്കിന് സമീപം സംഘടിപ്പിച്ച നവോത്ഥാന ജ്വാല കൂട്ടായ്മ ഗുരുധർമ്മ പ്രചരണ യുവജന സഭ കേന്ദ്ര എക്സിക്യൂട്ടീവ് മെമ്പർ സന്തോഷ് മലമ്പുഴ ഉദ്ഘാടനം ചെയ്തു. അനിവാര്യമായ ആചാര പരിഷ്കാരങ്ങൾ നടപ്പിലാക്കുവാൻ വൈമുഖ്യം കാണിക്കുന്നത് ഫ്യൂഡൽ ചിന്താഗതിയാണ്. പരിഷ്കൃത ചിന്തകൾ സമൂഹത്തിൽ പുതിയ രൂപത്തിൽ രൂപാന്തരപ്പെട്ടിട്ടുള്ളതിന്റെ ലക്ഷണങ്ങൾ ഹൈന്ദവ സമാജത്തിന് നാണക്കേട് ഉണ്ടാക്കുന്നവയാണെന്നും അഞ്ചുവിളക്കിന് സമീപം നടന്ന നവോത്ഥാന ജ്വാല കൂട്ടായ്മ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സന്തോഷ് മലമ്പുഴ പറഞ്ഞു. മേൽവസ്ത്രം ധരിച്ചും ക്ഷേത്രപ്രവേശനം അനുവദിക്കുക, താന്ത്രിക വിദ്യ പഠിച്ച എല്ലാവരും ക്ഷേത്രങ്ങളിൽ ശാന്തിക്കാരാകുക, ശ്രീനാരായണ ഗുരുദേവ കൃതികളോടുള്ള ക്ഷേത്രങ്ങളിലെ അയിത്തം അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങളും ഉന്നയിച്ചു. ഗുരുധർമ്മ പ്രചാരണ സഭ കേന്ദ്ര കമ്മിറ്റി അംഗം വി ചന്ദ്രൻ മണലി അധ്യക്ഷത വഹിച്ചു. ശശി കല്ലേപ്പുള്ളി, എം അഖിലേഷ് കുമാർ, പ്രേമാരാമൻ, എം കെ ചന്തം, കെ രാധാകൃഷ്ണൻ, എൻ രാജേന്ദ്രൻ, പി മുരുകദാസ്, വി രാമസ്വാമി, വി ജയകൃഷ്ണൻ, പി ബാലകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ പാലക്കാട്. ദേശീയ അധ്യാപക പരിഷത്ത് NTU പാലക്കാട് ജില്ലാ സമ്മേളനം ജനുവരി 10-11 തീയതികളായി പട്ടാമ്പിയിൽ നടക്കും. 500 പ്രതിനിധികൾ പങ്കെടുക്കും. ദേശീയ വിദ്യാഭ്യാസ നയത്തിൻ്റെ വീക്ഷണങ്ങളെക്കുറിച്ചും ആധുനിക വിദ്യാഭ്യാസത്തിൻ്റെ പ്രശ്നങ്ങളെക്കുറിച്ചും സമ്മേളനത്തിൽ സംവദിക്കുമെന്ന് സ്വാഗതസംഘം ഭാരവാഹികൾ പട്ടാമ്പിയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ദേശീയ അധ്യാപക പരിഷത്ത് പാലക്കാട് റവന്യൂ ജില്ലാ സമ്മേളനം 2 ദിവസങ്ങളായി പട്ടാമ്പിയിൽ നടക്കും. പട്ടാമ്പി ചിത്ര ഓഡിറ്റോറിയത്തിൽ തയ്യാറാക്കിയ KT ജയകൃഷ്ണൻ മാസ്റ്റർ നഗറിലാണ് സമ്മേളനം. വെള്ളിയാഴ്ച വൈകുന്നേരം നടക്കുന്ന പ്രതിനിധി സമ്മേളനം NTU സംസ്ഥാന സെക്രട്ടറി AJ ശ്രീനി ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാന സെക്രട്ടറി KK രാജേഷ് മുഖ്യപ്രഭാഷണം നടത്തും. ജനുവരി 11 ശനിയാഴ്ച രാവിലെ റിട്ടയർഡ് DGP ജേക്കബ് തോമസ് സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. NTU സംസ്ഥാന സെക്രട്ടറി T അനൂപ് കുമാർ മുഖ്യപ്രഭാഷണം നടത്തും. വിവിധ സംഘടനാ നേതാക്കൾ സമ്മേളനത്തിൽ സംബന്ധിക്കും. തുടർന്ന് നടക്കുന്ന വിദ്യാഭ്യാസ സമ്മേളനത്തിൽ ഡോക്ടർ MV നടേശൻ മുഖ്യപ്രഭാഷണം നടത്തും. പുതിയ ഭാരവാഹികളെയും തിരഞ്ഞെടുക്കും. RSS പട്ടാമ്പി ഗണ്ട് സംഘചാലക് P ശിവകുമാർ സമാപന പ്രഭാഷണം നടത്തും. കേരളത്തിലെ വിദ്യാഭ്യാസ മേഖല നേരിടുന്ന വിവിധങ്ങളായ പ്രശ്നങ്ങൾ സമ്മേളനം ചർച്ച ചെയ്യുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. ഈ അധ്യാപക വർഷത്തിൻ്റെ NTUവിൻ്റെ 46ാമത് പാലക്കാട് ജില്ലാ സമ്മേളനം ഈ വരുന്ന 10-11 തീയതികളിലായി, അത് വെള്ളി ശനി ദിവസങ്ങളിലായി സ്വർഗീയനായ KT ജയകൃഷ്ണൻ മാസ്റ്റർ നഗർ, അത് ചിത്ര ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കുകയാണ്. NTU സംസ്ഥാന സമ്മേളനം ജനുവരി 30, 31, ഫെബ്രുവരി 1 തീയതികളിൽ പത്തനംതിട്ടയിൽ നടക്കുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. വാർത്താ സമ്മേളനത്തിൽ സംസ്ഥാന സെക്രട്ടറി KK രാജേഷ്, ജില്ലാ ജോയിന്റ് സെക്രട്ടറി MK ഗണേഷ്, MP ബിജോയ് എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ പട്ടാമ്പി. ഉത്തർപ്രദേശിലെ പ്രയാഗ്രാജിൽ ജനുവരി 13 ആരംഭിക്കുന്ന കുംഭമേളയ്ക്ക് മുന്നോടിയായി തിരുവല്ലാമലയിൽ കുംഭമേള സംഘടിപ്പിക്കും. ജനുവരി 11-12 തീയതികളിലായി തിരുവല്ലാമല പാമ്പാടി ഭാരതപ്പുഴയിലാണ് കുംഭമേള നടക്കുകയെന്ന് സംഘടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ദക്ഷിണ ഭാരതത്തിലെ ആദ്യ മഹാമണ്ഡലേശ്വർ സ്വാമി പ്രഭാകരാനന്ദ സരസ്വതി സ്ഥാപിച്ച ആദ്യ ശങ്കര അദ്വൈത അഖണ്ഡയുടെയും മറ്റു ധർമ്മ പ്രസ്ഥാനങ്ങളുടെയും നേതൃത്വത്തിലാണ് പരശുരാമ ക്ഷേത്രത്തിലെ 3ാമത്തെ കുംഭമേള നടക്കുന്നത്. കേരളത്തിലെ ആദ്യ 2 കുംഭമേളകൾ കാലടിയിൽ പെരിയാറിലാണ് നടന്നതെങ്കിലും ഭാരതപ്പുഴയിലെ ഭാരതഖണ്ഡത്തിൽ ഇതം പ്രഥമമാണ്. കേരളത്തിനകത്തും പുറത്തുനിന്നുമായി 108 സന്യാസി വര്യന്മാർ പങ്കെടുക്കും. പരിസ്ഥിതി സെമിനാർ, നാരായണീയം പാരായണം, സന്യാസി സംഗമം, നീള ആരതി എന്നിവയാണ് കുംഭമേളയുടെ ഭാഗമായി നടത്തുന്ന പ്രധാന പരിപാടികൾ. പാമ്പാടി നെഹ്റു കോളേജിലെ ബ്രഹ്മഗുപ്ത ഓഡിറ്റോറിയത്തിലും ഭാരതപ്പുഴ കടവിലുമാണ് പരിപാടികൾ നടക്കുന്നത്. ഭാരതപ്പുഴ സംരക്ഷണത്തിനു കൂടി പ്രാധാന്യം നൽകിയാണ് കേരള കുംഭമേള സംഘടിപ്പിക്കുന്നത്. പുഴ സംരക്ഷണത്തിനായി പ്രത്യേക പ്രൊജക്ട് സെമിനാറിന്റെ ഭാഗമായി അവതരിപ്പിക്കും. ഉദ്ഘാടന ചടങ്ങിൽ കേന്ദ്ര സംസ്ഥാന മന്ത്രിമാർ, മറ്റു പ്രഗത്ഭ വ്യക്തികൾ തുടങ്ങിയവർ പങ്കെടുക്കും. ജനുവരി 11 ശനിയാഴ്ച ഉച്ചതിരിഞ്ഞ് 4 മണിക്ക് ആചാര്യവരണം, 5 മണിക്ക് നിളയിൽ മഹാനദി സങ്കല്പ പൂജ എന്നിവ നടക്കും. ഞായറാഴ്ച രാവിലെ 9 മണിക്ക് ഉദ്ഘാടന സമ്മേളനത്തിനു ശേഷം ഉച്ചതിരിഞ്ഞ് 2:30 നാരായണീയ പാരായണം, പ്രഭാഷണം, തുടർന്ന് 4:30 മുതൽ വൈകിട്ട് 6 മണിവരെ സന്യാസി പൂജ, നീളനദി ആരതി എന്നിവയോടെ കുംഭമേളയ്ക്ക് സമാപനം കുറിക്കുമെന്ന് സംഘാടകർ അറിയിച്ചു. സാഹചര്യങ്ങളിൽ മതത്തിൻ്റെയും രാഷ്ട്രീയത്തിൻ്റെയും അതുപോലെ മറ്റുള്ള അഴിമതിയുടെയും ഒക്കെ ഒരുപാട് വാർത്തകൾ നമുക്ക് കൊടുക്കാൻ കഴിയും. എന്നാൽ
മനുഷ്യന് ജീവിക്കുവാൻ വേണ്ട ശ്വാസം ലഭിക്കേണ്ട പ്രകൃതിയെ സംരക്ഷിക്കുന്നില്ല എന്ന ആ ഒരു വിഷയം ജനശ്രദ്ധയിലേക്ക് കൊണ്ടുവരേണ്ടത് എല്ലാവരുടെയും ഏറ്റവും അത്യന്താപേക്ഷിതമായ യുദ്ധകാല അടിസ്ഥാനത്തിൽ ചെയ്തെടുക്കേണ്ട ഒരു വിഷയമായിട്ടാണ് സന്യാസി സമൂഹം കാണുന്നത്. ഇത്തവണ 2025 ഇവിടെ ജനുവരി മാസത്തിൽ തന്നെ പ്രയാഗ്രാജിൽ ആരംഭിക്കുന്ന മഹാകുംഭമേളയോടനുബന്ധിച്ച് തന്നെ 12 വർഷത്തിലൊരിക്കൽ നടക്കുന്ന ആ വലിയ കുംഭമേളയോടനുബന്ധിച്ച് തന്നെ കേരളത്തിൽ ആ കുംഭമേളയ്ക്ക് തുടക്കം കുറിച്ചുകൊണ്ട് ജനുവരി മാസം 11-12 തീയതികളിൽ നമ്മൾ പാമ്പാടി ഭാരതപ്പുഴ കടവിൽ വെച്ച്, ആ പാലം കടവിൽ വെച്ചിട്ട് ലഘുപുഷ്കർ എന്ന ലഘു കുംഭമേള സംഘടിപ്പിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. ഷൊർണൂർ RMSലെ സബ് റിക്കാർഡ് ഓഫീസർ TR സന്തോഷ് കുമാറിന് യാത്രയപ്പ് നൽകി. ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിലെ വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളിലെ ഓഫീസർമാർ യാത്രയപ്പ് ചടങ്ങിൽ പങ്കെടുത്തു. മകരച്ചൊവ്വ മഹോത്സവത്തിന് ഒരുങ്ങി മുള്ളൂർക്കര ശ്രീ കുറുമ്പക്കാവ്. 7 ദിവസം നീണ്ടു നിൽക്കുന്ന ആഘോഷ പരിപാടികളാണ് ക്ഷേത്രത്തിൽ സംഘടിപ്പിക്കുക. എല്ലാ ദിവസവും പൂജകൾ, ചുറ്റുവിളക്ക്, നിറമാല, ഭജന, ദേവീദർശനത്താൽ ഉഴിഞ്ഞെടുക്കൽ, പ്രസാദ വിതരണം, പറ സമർപ്പിക്കൽ എന്നിവ നടക്കും. കൊടിയേറ്റ കർമ്മങ്ങൾക്ക് ക്ഷേത്രം പൂജാരി ദേവിയമ്മ നേതൃത്വം നൽകി. ദേശത്തിലെ മുതിർന്ന അംഗം ആശാരി സുകുമാരൻ കൊടി ഉയർത്തൽ കർമ്മം നിർവഹിച്ചു. തുടർന്ന് മുള്ളൂർക്കര കാഞ്ഞിരശ്ശേരി കളരിക്കൽ സേതു പണിക്കർ തന്റെ കൈവശമുള്ള അപൂർവമായ താളിയോലയിൽ രചിച്ച് തയ്യാറാക്കിയ ശ്രീദേവി മഹാത്മ്യം ക്ഷേത്രത്തിൽ സമർപ്പിച്ചു. തുടർന്ന് അതിഗംഭീരമായ മേളവും നടന്നു. തിങ്കളാഴ്ച വൈകിട്ട് 7 മണിക്ക് ഇരുനിലംകോട് രാഘവൻ ആൻഡ് പാർട്ടി അവതരിപ്പിക്കുന്ന അതിഗംഭീരമായ ഭജനയും മകരച്ചൊവ്വ ദിവസമായ 14-ാം തീയതി കലാമണ്ഡലം വിനയനും സംഘവും അവതരിപ്പിക്കുന്ന പഞ്ചവാദ്യം, ഗജവീരന്റെ എഴുന്നള്ളിപ്പോടുകൂടി മുള്ളൂർക്കര തിരുവാണിക്കാവ് ഭഗവതി ക്ഷേത്രത്തിൽ നിന്ന് നിരവധി കുട്ടികളുടെയും സ്ത്രീകളുടെയും അകമ്പടിയോടെ താലമേന്തി ക്ഷേത്രസന്നിധിയിൽ എത്തിച്ചേരുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. പ്രധാന വാർത്തകൾ വീണ്ടും. സ്വർണ്ണക്കപ്പ് തൃശ്ശൂരിന്. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ സ്വർണ്ണക്കപ്പ് നേടിയ ടീം അംഗങ്ങൾക്ക് ജില്ലയിലെ വിവിധ കേന്ദ്രങ്ങളിൽ സ്വീകരണം. വിജയദിനം ആഘോഷിച്ച് തൃശ്ശൂർ ജില്ലയിലെ മുഴുവൻ വിദ്യാലയങ്ങൾ. അഴിമതി കാണിച്ച JHIയെ മുതല ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി പുറത്താക്കിയിട്ടും ഈ തീരുമാനം മറച്ചുവെച്ച ജനങ്ങളുടെ മുന്നിൽ പുകമറ സൃഷ്ടിക്കാനാണ് UDF ശ്രമിക്കുന്നതെന്ന് പഞ്ചായത്ത് അധികൃതർ. അഴിമതിക്കാരെ ഗ്രാമപഞ്ചായത്ത് വെച്ചുപൊറുപ്പിക്കില്ല. വിവിധ മേഖലകളിൽ നല്ല രീതിയിലുള്ള വികസന പ്രവർത്തനങ്ങളുമായി ഗ്രാമപഞ്ചായത്ത് മുന്നോട്ടു പോവുകയാണെന്നും ഗ്രാമപഞ്ചായത്ത് അധികൃതർ. പ്രൈവറ്റ് വിദ്യാഭ്യാസ മേഖലയെ പൂർണ്ണമായും സർക്കാർ തടയുകയാണെന്ന് പ്രൈവറ്റ് സ്കൂൾ അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി ജയപ്രകാശ്. കലാകായിക മത്സരങ്ങളിൽ പ്രൈവറ്റ് സ്കൂൾ വിദ്യാർത്ഥികൾ തഴയപ്പെടുന്നത് പുനഃപരിശോധിക്കണമെന്നും ജയപ്രകാശ്. പ്രൈവറ്റ് സ്കൂൾ വിദ്യാർത്ഥികളുടെ സംസ്ഥാനതല കായിക മത്സരം പറളി സ്കൂളിൽ ജനുവരി 11-ന്. വരൾച്ചയെ പ്രതിരോധിക്കാൻ തടയണ നിർമ്മാണവുമായി വളയിട്ട കൈകൾ. ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്തിലെ NREGS തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി വാടനാകുശി വലിയ തോട്ടിൽ തടയണ നിർമ്മാണങ്ങൾ പുരോഗമിക്കുന്നു. തടയണകൾ നിർമ്മിക്കുന്നത് വേനലിൽ ജനങ്ങൾക്കും കാർഷിക മേഖലയ്ക്കും കൂടുതൽ ഉപകാരപ്രദമാകുന്ന തരത്തിൽ. ഇതോടുകൂടി ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.